ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ അവതാരം എന്ന് പറയുന്ന അവസ്ഥ, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ വെളിപ്പെടുത്തിയ ആ രഹസ്യം അതെന്താണ്? അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്നു. തുടർന്ന് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 3 ശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അജനാണ്, ജന്മരഹിതനാണ്, ജന്മമില്ല, ഈശ്വര സ്വരൂപത്തിൽ ജന്മമില്ല, നാശരഹിതനാണ്, അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവനാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരൻ, ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ എന്തിനു വേണ്ടിയിട്ടാണ് ശരീരമെടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അവതരിക്കുന്നത് എന്തിനാണ്? ഇത് ശ്രീകൃഷ്ണ പരമാത്മാവ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ജനിച്ചു. ഇത് അർജുനൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ഇത്ര കാലമല്ലേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട്, പിന്നെ അങ്ങ് എങ്ങനെ ഈശ്വരന്റെ അവതാരമാവും? ഈ സംശയങ്ങളൊക്കെ നമുക്കും ഉള്ളതാണ്. ശരീരം ഉണ്ടാവുന്നു, അതിന് വിശപ്പും ദാഹവും ഉണ്ടാവുന്നു, അത് വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നു, നമ്മളെപ്പോലെ തന്നെ പെരുമാറുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അവതാരമാവും, ഈശ്വര സ്വരൂപമാവും ചോദിക്കുന്നു. അതിന് കൃത്യമായ ഉത്തരം ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇതിന് ഈ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഈ വാക്കുകൾക്ക് കൃത്യമായ ഭാഷ്യം എഴുതിയിരിക്കുന്നത്, ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ ശ്രുതി സമ്മതമായ ഭാഷ്യം എഴുതിയിരിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ശംഭുവിന്റെ അവതാരമായ, ശിവാവതാരമായ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും കേരളദേശത്തിൽ സംഭവിച്ച ഭോജാതനായ മഹാപുരുഷൻ, മഹാശയൻ, മഹാത്മാവ്, അവതാരവരിഷ്ഠൻ ആദിശങ്കര ഭഗവത്പാദർ. എങ്ങനെ മഹത്വം പറഞ്ഞാൽ വാക്കുകളിൽ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കെന്നല്ല, ഒരു പക്ഷേ ഏറ്റവും വലിയ പണ്ഡിതന് പോലും ഒരിക്കലും വാക്കുകളിൽ അടക്കാൻ ഒതുക്കാൻ കഴിയാത്ത അത്രയും മഹാത്മ്യമുള്ള മഹാപുരുഷനാണ് ആദിശങ്കരർ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അന്നത്തെ കാലത്തെ ആ ഒരു ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അന്നത്തെ കാലത്തെ, ഭാരതത്തിന്റെ അന്നത്തെ കാലത്തെ ഒരു അന്തരീക്ഷം വളരെ ദുഷിച്ചതായിരുന്നു. ബുദ്ധമതത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ബുദ്ധമതത്തിലേക്ക് ചേക്കേറിയവർ ബുദ്ധന്റെ തിരോധാനത്തിന് ശേഷം നടത്തിയ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ, വികൃതികൾ ഈ നാടിന്റെ സാംസ്കാരിക സമ്പത്തിനെ അത്രയും നശിപ്പിക്കുന്ന രീതിയിൽ ശ്രുതിയുടെ മഹത്വത്തെ കെടുത്തും വിധം ചെയ്തു കൂട്ടിയത് മുഴുവൻ ഈ രാജ്യത്തിന്റെ, ഈ രാഷ്ട്രത്തിന്റെ ശോഭയെ കെടുത്തുന്നതായിരുന്നു. വാമതന്ത്രം പോലെയുള്ള തന്ത്രത്തിന്റെ ഏറ്റവും പിഴച്ച വഴികളെ ബുദ്ധമതം ഭാരതത്തിന് സംഭാവന ചെയ്തു. ഇന്നും ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ പല തന്ത്ര ശാഖകളിലും ബുദ്ധമതത്തിന്റെ സ്വാധീനം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയിലൊക്കെ അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കടുംപിടുത്തക്കാരായ ബുദ്ധമതക്കാർ വളരെ കടുംപിടുത്തക്കാരാണ്. ഈ കടുംപിടുത്തം തന്നെ കൊണ്ടുവന്നത് ബുദ്ധമതമാണ്. ഭാരതത്തിന് കടുംപിടുത്തം ഉണ്ടായിരുന്നില്ല. ഇതാണ് ശരി എന്ന രീതിയിൽ ഉറച്ചങ്ങോട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ബുദ്ധമതത്തിനുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് വൈഷ്ണവ മതം എടുത്താൽ ഇവിടെ ഭാരതത്തിലൊട്ടുക്കും ഇസ്കോൺ എന്ന പേരിൽ കൃഷ്ണ കോൺഷ്യസ്നസ്സുകാർ കാണിച്ചു കൂട്ടുന്ന എന്താണ്? അവർ ഭഗവത്ഗീതയ്ക്ക് എഴുതിയ ഭാഷ്യം വായിച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഭഗവത്ഗീത തന്നെയാണെന്ന് തോന്നിപ്പോകും. ഇസ്കോണിലൂടെ കൃഷ്ണൻ മാത്രമാണ് ശരി, കൃഷ്ണൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മഹത്വത്തെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിന്റെ സംസ്കാരത്തെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ആര്യ സമാജത്തിലൂടെ ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ വലിയ നല്ല ഉദ്ദേശങ്ങളോടുകൂടി തുടങ്ങിയതാണെങ്കിലും അത് ഉണ്ടാക്കിയ കടുംപിടുത്തങ്ങൾ, ഒരുമാതിരി പറഞ്ഞാൽ വേദിക് ടെററിസം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന ഒരു കടുംപിടുത്തം, ഒരു സാംസ്കാരികമായ ഔന്നത്യമോ ഒരു ചിന്താ സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാത്ത വിധം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ വെജിറ്റേറിയനിസത്തിനോടുള്ള ഒരു അമിതമായ ഒരു ആവേശം, ഇതല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ശരിയായ രീതി. സ്വതന്ത്ര ചിന്തയാണ്. അതുകൊണ്ടാണല്ലോ ആചാര്യസ്വാമികൾ പറഞ്ഞത് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഈ സ്വരൂപത്തെ ശ്രവണം, മനനം, നിധിധ്യാസനം ഇവയാൽ അറിയപ്പെടേണ്ടതാണ്. യുക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു ആചാര്യസ്വാമികൾ. ആചാര്യ ഭഗവത്പാദരില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ ഗതി തന്നെ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. അത്ര മോശമായി പോയെന്ന്. അതുകൊണ്ടാണ് ഇവിടെ അജഹ അപി ജന്മരഹിത അപി സൻ തഥാ അവ്യയാത്മാ അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവ അപി സൻ.
തഥാ ഭൂതാനാം ബ്രഹ്മാദി സ്തംഭപര്യന്താനാം ഈശ്വരഃ ഈശനശീലഃ അപിശന് പ്രകൃതിം സ്വാം മമ വൈഷ്ണവീം മായാം ത്രിഗുണാത്മികാം യസ്യാഹ വശേ സർവം ജഗത് വർത്തത്തെ യയാ മോഹിതം ജഗത് സത് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി. ജഗത് സത് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി താം പ്രകൃതിം സ്വാം അധിഷ്ഠായ വശീകൃത്യ സംഭവാമി ദേഹവാൻ ഇവ ഭവാമി ജാതഃ ഇവ ആത്മമായയ ആത്മനോ മായയ ന പരമാർത്ഥത്തോ ലോകവത് എന്ന് എഴുതിയിരിക്കുന്നു. ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലുണ്ട്. എനിക്ക് ജന്മമില്ല, ഞാൻ നാശരഹിതനാണ്, എങ്കിലും എൻ്റെ വൈഷ്ണവീമായയെ ഞാൻ തന്നെ സ്വാധീനപ്പെടുത്തിയിട്ട് ദേഹം സ്വീകരിക്കുന്നു. എന്തിനായിക്കൊണ്ട്? ധർമ്മത്തിന് ച്യുതി വരുമ്പോൾ അതിൽ നിന്ന്, ആ ച്യുതിയിൽ നിന്ന് ധർമ്മത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി, സനാതന ധർമ്മത്തെ, ശ്രുതിയുക്തമായ ശ്രുതിയുടെ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അവതാരമെടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ശങ്കരാചാര്യ സ്വാമികൾ ലക്ഷണമൊത്ത അവതാരമാണ് ശംഭുവിന്റെ. എന്തിനാണ് അവതാരം? കിമർത്ഥം? പരിത്രാണായ പരിരക്ഷണായ സാധൂനാം സന്മാർഗസ്ഥാനാം വിനാശായ ദുഷ്കൃതാം പാപകാരിണാം കിഞ്ച ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മസ്യ സമ്യക് സ്ഥാപനം തദർത്ഥം സംഭവാമി യുഗേ യുഗേ പ്രതിയുഗം. അങ്ങനെ ഭഗവത്പാദർ പറഞ്ഞിരിക്കുകയാണ്, ധർമ്മത്തിന്റെ സമ്യക് സ്ഥാപനത, നല്ല രീതിയിൽ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്. ധർമ്മത്തിന് തൂണ് ഇളകി പോകുന്നത് എങ്ങനെയാണ്? ധർമ്മം ആചരിക്കുന്ന ആളുകൾ ഇല്ലാതാവുന്നു, ശ്രുതിയുക്തമായ ധർമ്മത്തെ ആചരിക്കുന്നില്ല, കാട്ടിക്കൂട്ടൽ ധാരാളമാവുന്നു, എല്ലാറ്റിനും പ്രമാണത്തെ നോക്കാതെ പ്രമാണ വിരുദ്ധമായ കാര്യങ്ങൾ നടമാടുന്നു. ഇങ്ങനെ കാണുന്ന കാലത്താണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതേപ്പറ്റി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, മുമ്പ് ഒരിക്കൽ രംഗനാഥാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ പ്രസിഡന്റായിരുന്നു, ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന മഹാനായ സന്യാസി, തപസ്വി. രംഗനാഥാനന്ദ സ്വാമികൾ പറയാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വിവേകാനന്ദ സ്വാമികളോടുള്ള ആ ഒരു ആദരവിന്റെ വലുപ്പം അറിയണമെങ്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ചില, ആചാര്യസ്വാമികളെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ പോലും തള്ളിക്കൊണ്ട് ആണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദിസ് യങ് ബോയ്, highly intelligent and deeply conscious of his mission, has worked wonders in the cultural, philosophical and religious fields of Indian life. Within a short period of 32 years, he changed the mind of India. ഭാരതത്തിന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു ശങ്കരാചാര്യ സ്വാമികൾ എന്നാണ് പറയുന്നത്. തന്റെ അത്യത്ഭുതകരങ്ങളായ സിദ്ധികളെ ഉപയോഗിച്ചുകൊണ്ട്, തന്റെ കറകളഞ്ഞ ലക്ഷ്യബോധം വെച്ചുകൊണ്ട് 32 വർഷം കൊണ്ട് ഭാരതത്തിന്റെ ചരിത്രം, ഭാരതത്തിന്റെ മനസ്സ്, ഭാരതത്തിന്റെ സാംസ്കാരിക, തത്വശാസ്ത്രപരമായ, മനഃശാസ്ത്രപരമായ എല്ലാറ്റിനെയും ശ്രുതിയിലേക്ക്, പ്രമാണത്തിലേക്ക് തിരിച്ചൊഴുക്കി കളഞ്ഞു. ഒരൊറ്റ അവതാരം, 32 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ചുരുക്കി പറഞ്ഞാൽ ആദിശങ്കര ഭഗവത്പാദരുടെ വൈഭവം. അത് വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. ഇന്നിപ്പോ നമ്മൾ ഹിന്ദു ധർമ്മത്തിന്റെ പേരിൽ കാണുന്ന പലതും പ്രമാണവിരുദ്ധമാണ്. തന്ത്രത്തിന്റെ പേരിലൊക്കെ കാണുന്ന പല വൃത്തികേടുകളും കണ്ടാൽ നമുക്ക് മൂക്കത്ത് വിരൽ വെച്ചു പോകും. ആചാര്യസ്വാമികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ദണ്ഡിച്ചേനെ ശരിക്കും. നോക്കൂ, ധർമ്മം എന്ന് പറയുന്നത് ശ്രുതിയിൽ അധിഷ്ഠിതമാണ്. ഇപ്പൊ വേദത്തിന്റെ പേരിൽ പോലും നടക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ അത്ഭുതം തോന്നിപ്പോകും. അവനവന് കാശുണ്ടാക്കാൻ വേണ്ടി യാഗം നടത്തുക, എന്തെല്ലാം നടക്കുന്നു. അതുപോലെ തന്ത്രത്തിന്റെ പേരിൽ ചുവന്ന പട്ടുമെടുത്തുകൊണ്ട് ചെയ്യുന്ന ആഭാസങ്ങൾ കണ്ടാൽ ഇതൊക്കെ പ്രമാണവിരുദ്ധമാണ്. ഹിന്ദുധർമ്മത്തിന് ഇന്നും അന്നും ബാധിച്ചിരുന്ന എല്ലാ ക്യാൻസറുകൾക്കുമുള്ള ഒറ്റമൂലി പ്രസ്ഥാനത്രയത്തിന് എഴുതിയ ഭഗവത്പാദരുടെ ഭാഷ്യം മാത്രമാണ്. ആചാര്യസ്വാമികളെ അറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അവിടുത്തെ കൃതികളെ പഠിക്കുക, അതെല്ലാവരിലേക്കും എത്തിക്കുക. ജാതിയോ മതമോ നോക്കാതെ എല്ലാവരിലേക്കും എത്തിക്കുക. അദ്വൈത വേദാന്തം എന്ന മരുന്നാണ് ഇന്ന് ലോകത്തെ എല്ലാ ഹിംസയ്ക്കും ദ്വേഷത്തിനും യുദ്ധത്തിനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒറ്റമൊഴി. ഇത് മനസ്സിലാക്കിയാൽ, ആചാര്യസ്വാമികളുടെ മഹത്വം മനസ്സിലാക്കിയാൽ, നമുക്ക് കുറെ കൂടി ഈ ഭാരതത്തെ തിരിച്ച് സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാലടി ഇന്ന് ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ്. കാലടിയിലേക്ക് ആരും നോക്കുന്നില്ല. എല്ലാവരും ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും അല്ലെങ്കിൽ മറ്റു തീർത്ഥഘട്ടങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ സാക്ഷാൽ ശംഭു അവതാരം ചെയ്ത കാലടി ഇവിടെ അനാഥമായി കിടക്കുകയാണ്. കാലടിയിലൂടെ വേണം നാം ഇനി, ഭഗവത്പാദരുടെ കാലടിയിലൂടെ വേണം ഭാരതത്തിന്റെ യുവാക്കൾ തിരിച്ച് ശ്രുതിയുടെ
വേദാന്തത്തിന്റെ ശ്രുതി ശിരസിന്റെ സംസ്കാരത്തെ കൊണ്ടുവന്ന് ലോകത്തെ ജയിക്കാൻ. അതിനുവേണ്ടി കാലടിയിലൊന്ന് പോവൂ, വെറുതെ ഒന്ന് പോവൂ. ആ ഊർജ്ജമണ്ഡലം ഇന്നും അവിടെ ഒട്ടും കുറയാതിരിക്കുന്നുണ്ട്, അക്ഷീണമായിരിക്കുന്നുണ്ട്. അവതാരവരിഷ്ഠനായ ശംഭുവിന്റെ അവതാരമായ ആചാര്യ ഭഗവത്പാദരുടെ ആ കാലടിയിലൂടെ വേണം നാം പഠിക്കാൻ, നാം വളരാൻ, ഭാരതം ജയിക്കാൻ. ഇതൊരു കാര്യം വെറും പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല. കാരണം നമുക്കറിയാം, നാസ്തികമായ, ബൗദ്ധമായ, ജൈനമായ, ഇസ്ലാമികമായ, ക്രിസ്തീയമായ എല്ലാ തരം ഈ ഭാരതത്തിന്റെ സംസ്കാരം എന്ന വടവൃക്ഷത്തിന് വിഷം വയ്ക്കുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും ഒറ്റമൂലി ആചാര്യ ഭഗവത്പാദരിൽ ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആചാര്യ ഭഗവത്പാദരെ പിന്തുടരൂ ജീവിതത്തിൽ. ഏറ്റവും മികച്ച കാര്യമാണ് അപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ജീവിതം മുഴുവൻ ശോഭനമായി തീരും, സനാതനധർമ്മം ജയിക്കുകയും ചെയ്യും.